നമസ്കാരം, പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് കോഴിക്കോടാണ്, എൻ്റെ സ്വന്തം നാട്ടിലാണ്. കോഴിക്കോട് തന്നെയുള്ള ആർക്കിടെക്ട്സ് ചെയ്തിട്ടുള്ള വീടാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആർക്കിസ് ആർക്കിടെക്ചറാണ് ഈ വീടിൻ്റെ ഡിസൈനും ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളും എക്സിക്യൂഷനും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവേ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ മേഖലകളിൽ വീടുകളെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ഏതൊരു വീട്ടിൽ പോയാലും അവർ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് ആ ഒരു സ്റ്റൈലിങ്ങും യുണീക്നെസ്സും ആ ഒരു മോഡേൺ ഫീലൊക്കെ ലഭിക്കുന്ന രീതിയിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഗ്രീനറിയും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ വീട്ടിലുള്ള ആളുകൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ മനസ്സിലാവും. സിറ്റ് ഔട്ടിലും സൈഡിലും വീടിൻ്റെ മുകൾ ഭാഗത്തും ഷെയ്ഡ്സിലും എല്ലായിടത്തും ഇങ്ങനെ ഇഷ്ടംപോലെ ചെടികൾ നട്ട് വളർത്തി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻസ്. ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1.5 മീറ്റർ ഉള്ള ഫ്രണ്ട് ഡോറാണ് ചെയ്തിട്ടുള്ളത്. തേക്ക് മരത്തിലാണ് ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഞെട്ടും. നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഒന്ന് കാണാം. ബിഫോർ ജമ്പിങ് ടു ദ വീഡിയോ, ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആർക്കിസ് ആർക്കിടെക്ചറാണ് ഈ വീട്ടിൽ ആർക്കിടെക്ചറൽ സർവീസുകൾ നൽകിയിട്ടുള്ളത്. പ്ലാനിംഗ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എക്സിക്യൂഷനും ഒക്കെ അവരുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ലക്ഷറി റിസോർട്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്, റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആർക്കിസ് ആർക്കിടെക്ചർ. ആർക്കിടെക്ട് ആഷിക്കും അതേപോലെ ജിഷനുമാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവികളായിട്ട് പ്രവർത്തിക്കുന്നത്. സോ ഈ വീടിൻ്റെ ഒരു എലഗൻസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ലക്ഷറി മോഡേൺ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. വീട് ഫുള്ളായിട്ട് കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടുന്നതാണ്. അവരുടെ കൂടുതൽ സർവീസിനെ കുറിച്ച് നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്ത് സംസാരിക്കാം. ബാക്കി നമുക്ക് വീടൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ലോങ് പാസേജ് സ്പേസിലേക്കാണ്. ഒരു ഫോയർ സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം. വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് നമുക്ക് പറയണം. ഏറ്റവും മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എൻ്റെ വലത് ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മോഡേൺ ഇൻറ്റീരിയർ ആംബിയൻസിൽ എലഗൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റൈലിങ് വളരെ യുണീക്കായിട്ട് ഫീൽ ചെയ്യും. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫേർണിച്ചേഴ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ. നമ്മളെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള അടിപൊളി ഫേർണിച്ചേഴ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസ് നൽകിയിരിക്കുന്നു ബാക്കിൽ. ആ ഒരു ന്യൂട്രൽ കളർ തീം ആയതുകൊണ്ട് തന്നെ കർട്ടൻ നല്ല ഭംഗിയിൽ ഈ ഒരു ലൈറ്റിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസ് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. നേരെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് ഡിസൈൻ കാണാം. അവിടെ നൽകിയിരിക്കുന്ന ഷാൻലിയർ ലൈറ്റും കാണാം. എന്തൊരു ഭംഗിയാണ് നോക്കുക. ആ ഒരു ലൈറ്റിന് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് ഡിസൈൻ. സീലിംഗ് മുഴുവനായിട്ട് ടെക്സ്ചർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഇറങ്ങി വരുന്ന വാളിലേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ സോഫ ഇട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഫോയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുണ്ട്. ബെഡ്റൂമുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇവിടെയാണ് സ്റ്റെയർ കേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദീസ് വാൾ. ഈ വാളിലേക്ക് നോക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല 2 വാൾ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒരു ടവലൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ലൈറ്റാണ് വാളിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ ഒരു കൺസോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതും ഒരു ഇമ്പോർട്ടഡ് ഫിനിഷാണ്. ഇതിൻ്റെ ആ ഒരു ലെഗും ഫിനിഷും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നേരെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലത് സൈഡിൽ ഈ ഒരു ഭാഗത്ത് ഒരു മജ്ലിസ് സ്പേസ് പോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇനീഷ്യലി ഇതൊരു കോർട്ട്യാർഡ് സ്പേസ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. പിന്നീട് വീട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം കൂടെ മാനിച്ചിട്ട് ഇതൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ലൈഡിംഗ് ഡോർസ് ആണ് നൽകിയിരിക്കുന്നത്. സിസ്റ്റം വിൻഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടോസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രീമിയം സിസ്റ്റം വിൻഡോസ് ആണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളത് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റില്ലേ വളരെ പ്രീമിയം എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളൊരു പ്രീമിയം കാറിൻ്റെയൊക്കെ സ്ലൈഡേഴ്സ്, ഡോർസൊക്കെ തുറക്കുമ്പം അതിനുണ്ടാവുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഇത്തരത്തിലുള്ള ടോസ്റ്റം സിസ്റ്റം വിൻഡോസിന് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മജ്ലിസ് സ്പേസിലാണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫേർണിച്ചേഴ്സ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ട്സ് ആർക്യൂസ് നല്ല രീതിയിൽ ഫർണിച്ചേഴ്സ് പിക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓരോ എലമെൻറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു സെൻറ്റർ ടേബിളാണിത്. ഇതിലൊരു CNC വർക്ക് വന്നിട്ടുള്ള PVD കോട്ടഡ് ആയിട്ടുള്ള ലെഗാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈവൻ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്ന ലൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിലും
ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടുള്ള ഒരു മോഡേൺ ഫീൽ നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റ് സെലക്ഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് ആയിട്ടാണ് കേർട്ടൻ്റെ ലെങ്ത് നൽകിയിരിക്കുന്നത്. മജ്ലിസ് സ്പേസിന് ശേഷം നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചെയറിൻ്റെ ഡിസൈൻ നോക്കുക നിങ്ങൾ, ഒരു ലക്ഷറി ഗ്രീൻ കളറിലാണ് ചെയർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുഷൻ കവേർഡ് ആയിട്ടുള്ള ചെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8 ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു വാളിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ എലമെൻ്റ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഒറ്റ എലമെൻ്റ് കൊണ്ട് മാത്രം ഈ ഒരു സ്പേസ് ലക്ഷറി ആക്കി മാറ്റാൻ ഇതിൻ്റെ ആർക്കിടെക്ട്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ എലമെൻ്റ് പോലും ആ ഒരു സ്പേസിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ ഒരു നല്ലൊരു ആർക്കിടെക്റ്റിന് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു വാളിൽ കാണുന്നത്. ആക്ച്വലി ഇതെല്ലാം മിറേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. മിറർ തന്നെ ചെറിയ പീസിൽ കട്ട് ചെയ്തിട്ട് മിറർ പാനലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇത്തരത്തിലുള്ള വാം ലൈറ്റിങ് സൈഡിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാം അപ്പിയറൻസ് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നൽകിയിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഹെവി ഹാങ്ങിങ് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് മുഴുവനായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫിനിഷിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യം നമുക്ക് കാണാം. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഭാഗത്താണ്, എൻ്റെ പുറകിലാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മാർബിൾ ഫിനിഷ് ബാക്ക് വാൾ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മെറ്റാലിക് ക്ലാഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്ലാഡിംഗ് പാറ്റേൺ ബാക്കിൽ നൽകിയിരിക്കുന്നു. വലിയൊരു മിറർ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നു. കോളറിൻ്റെ ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോളറിൻ്റെ തന്നെ ടാപ്പ് ഫിറ്റിങ്സും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ സെപ്പറേറ്റ് പാർട്ടീഷനൊന്നുമില്ല, വലിയ ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന് നല്ല ഓപ്പൺ ഫീൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഭാഗത്താണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് എന്ന് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫർണിച്ചേഴ്സിൻ്റെ ഒരു ഭംഗി നോക്ക്. നല്ല മോഡേൺ സ്റ്റൈലിലുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഫർണിച്ചർ കളക്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 ആളുകൾക്ക് ആ ഭാഗത്തിരിക്കാം, ഓരോരുത്തർക്ക് ഇവിടെ ഇരിക്കും സാധിക്കും. വാളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലിവിങ്ങിൽ കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമായിട്ട് ചെറിയൊരു പാറ്റേൺ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ പ്ലസ് ടെക്സ്ചർ പാറ്റേൺ ആണ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് നൽകിയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് ഡിസൈൻ. 2 ഭാഗത്തും ഗ്ലാസ് നൽകിയിരിക്കുന്നു. ടിൻറ്റഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അതിനകത്ത് ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ആ ഒരു ഗ്ലാസ്സിൽ ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ നോക്കും. നല്ല ഭംഗിയിൽ ഒരു ലോ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ലിഫ്റ്റ് നൽകിയിട്ടുണ്ട് അപ്സ്റ്റെയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 2 ബെഡ്റൂമുകളുടെയും പൊസിഷൻ ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഒരു ഓപ്പൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന അക്രിലിക് ഗ്രേ ഫിനിഷിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചൺ ആണ് നൽകിയിട്ടുള്ളത്. ഫ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ലാക്കോഡ് ഗ്ലാസ്സിലാണ് ഈ ഒരു ഫ്രിഡ്ജ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ മൈ ബെറ്റർ ഹോം ചാനലിൽ തന്നെ കിച്ചൺ ടൂർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടാവും. നമുക്ക് അടുത്തൊരു സ്പേസിലേക്ക് പോവാം, ബെഡ്റൂംസ്. ബെഡ്റൂംസ് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലിവിങ്ങിൻ്റെ അടുത്താണ് ഈ ഒരു ബെഡ്റൂം. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും അത്യാവശ്യം നല്ല സൈസും സൗകര്യവുമുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ ബെഡ്റൂമുകൾ ഉണ്ടാക്കിയാൽ പിൽക്കാലത്ത് പിന്നീട് നമുക്കത് വളരെ സൗകര്യം കുറഞ്ഞ ബെഡ്റൂമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല ബെഡ്റൂം സൈസാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ബെഡ്റൂം സൈസ് കൊടുക്കാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ലെങ്ത് വരുന്നത് 4.5 മീറ്റർ ലെങ്ത് ആണ്. വിടുത്ത് വരുന്നതും ഏതാണ്ട് ഒരു 4.3 മീറ്റർ വിടുത്താണ് വരുന്നത്. ആ ഒരു സൈസ് നിങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിൽ സുഖമായിട്ട് ഇടാൻ സാധിക്കും. വാളിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചാർക്കോൾ പാനലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പോലെ തന്നെ ലാമിനേറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാനലിംഗ് ആണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സിമിലർ പാറ്റേൺ ഹെഡ് ബോർഡിലേക്ക് നൽകിയിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വൈറ്റ് ഫിനിഷിൽ ഫർണിഷിങ്സ് ആണ് കട്ടിലിൽ നൽകിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കിഡ് ആംബിയൻസ് ആണ് റൂമിൽ നൽകിയിട്ടുള്ളത്. എല്ലാ റൂമിലും നിങ്ങൾക്ക് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആം ചെയർ കാണാൻ സാധിക്കും. കർട്ടൻസ് നൽകിയിരിക്കുന്നത് നോക്കൂ, നല്ല ഭംഗിയുള്ള കർട്ടൻസ് ആണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളും അതിൻ്റെ ഷെൽഫുകളും നൽകിയിട്ടുണ്ട്. 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്. വാർഡ്രോബിന് സെപ്പറേറ്റ് ഒരു പാസേജ് സ്പേസ് കൊടുത്തു. ഇവിടെ ഒരു വലിയ മിറർ കൊടുക്കുന്നു. ഇതാണ് വാർഡ്രോബ് സ്പേസ്. വാളിൽ ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്.
ടോയ്ലറ്റിന്റെ ഡോറൊക്കെ വുഡൻ ഡോർസ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോയ്ലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നോർമൽ സൈസ് ടോയ്ലറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മാർബിൾ ഫിനിഷ് വരുന്ന ടൈലാണ് ടോയ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഫാമിലി ലിവിങ്ങിൻ്റെ തൊട്ടടുത്ത് ലിഫ്റ്റിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസിങ് നൽകിയിരിക്കുന്നത്. നേരെ ബെഡ്റൂമിനകത്തേക്ക് കയറുന്നു. ഒരു ചെറിയ പാസേജ് സ്പേസ് ആണ്. ഇവിടുന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആക്സസ് ചെയ്യാം. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇതേപോലെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. 4.5 മീറ്റർ ആണ് നീളം, 4.8 മീറ്റർ ആണ് ഇവിടെ വീതി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ബെഡ്റൂമാണിത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. വാൾ പാനലിങ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആം ചെയറിൻ്റെ ഡിസൈൻ നോക്കുക നിങ്ങൾ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം. സാധാരണ നമ്മൾ കാണാത്തൊരു ടൈപ്പിൽ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു ആം ചെയർ. ഇരിക്കാനും നല്ല കംഫർട്ടുള്ള ആം ചെയർ ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഇതേപോലെ നമുക്ക് കാല് വെക്കാനുള്ളൊരു സ്പേസും കൂടെ ഉണ്ട്. ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇമ്പോർട്ടഡ് ഫേർണിച്ചേഴ്സ് ഒക്കെ കിട്ടുന്ന കടകളിലാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുക. ഈ വീട്ടിലേക്ക് അവർ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് കൂടെയാണ് ഈ ഒരു ആം ചെയർ എന്ന് പറയുന്നത്. വാർഡ്രോബ് സ്പേസ് ഓപ്പോസിറ്റ് വാളിലാണ് നൽകിയിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രേ തീമാണ് ഈ ഒരു വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മിറർ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ ചുറ്റും ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വിട്രിഫൈഡ് ടൈൽ ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സ്റ്റഡി റൂമാണ്. ഒരു ബാർബി ഹൗസൊക്കെ ചെറിയ മോളുണ്ട് ഇവിടെ. അവളുടെ പഠിച്ചു കഴിഞ്ഞാൽ അവൾ അതിനകത്ത് വിശ്രമിക്കും. അങ്ങനെയുള്ള നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു നിസ്കാരമുറി, പ്രെയർ റൂം ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നിസ്കാരമുറിയാണ്. ഒളിവെടുക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഗ്ലാസ് ഡോർ കൊടുത്തിരിക്കുന്നു. ഇവിടെ നിസ്കരിക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു നിസ്കാര മുറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്സ്റ്റെയർത്തെ ബെഡ്റൂമുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അതിൻ്റെ ത്രെഡും റൈസറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു സർഫസ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് നേരെ കയറി വരുന്നത് ഒരു പാസേജ് സ്പേസിലേക്കാണ്. ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസിലേക്കുള്ള ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസും അവിടെ നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റൊക്കെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ്. താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ ഒരു ലോങ് പാസേജ് സ്പേസ് ആണ് അപ്സ്റ്റെയറിലുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഇങ്ങനെ വരികയാണെങ്കിൽ ബാക്ക് സൈഡിൽ 2 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ്ങിലേക്കുള്ള ആ ഒരു ഏരിയൽ വ്യൂ, മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്ററാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഒരു എക്സ്ട്രാ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ TV വെച്ചിട്ടില്ല. 2 ബെഡ്റൂമുകൾ ഈ ഭാഗത്തുണ്ട്. ഒന്ന് ഈ ഭാഗത്താണ്, ഒന്ന് നേരെ ആ ഒരു ഭാഗത്തുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡിസൈൻസ് നമുക്കൊന്ന് കാണാം. ഇതാണ് അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂം. റൂം സൈസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4.2 മീറ്റർ ബൈ 4.5 മീറ്റർ ആണ് റൂം സൈസ് നൽകിയിരിക്കുന്നത്. കിങ് സൈസിലുള്ള ഒരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. വാൾ പാനലിംഗ് ചെയ്തിരിക്കുന്ന നോക്കൂ, നല്ല ഭംഗിയായിട്ട് ലാമിനേറ്റ് ഉപയോഗിച്ചിട്ട് വാൾ പാനലിംഗ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്താണ് വാർഡ്രോബ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ഇവിടേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മിററും അതിന് ചുറ്റും ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹോം ഓഫീസ് സ്പേസ് കാണാം. വീട്ടിലിരിക്കുന്ന സമയത്ത് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് ചെയ്യാൻ സാധിക്കും. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു തീമിൽ ചെയ്തിരിക്കുന്ന ബെഡ്റൂമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടെയാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ്. 6 മീറ്റർ ആണ് ഇവിടുത്തെ നീളം വരുന്നത്. 4 മീറ്റർ ആണ് വീതി വരുന്നത്. അതിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിരിക്കുന്നു. വാളിൽ ഒരു ഓഫ് വൈറ്റ് തീമിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഗോൾഡൻ പാറ്റേൺസ് വരുന്ന ടെക്സ്ചർ പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പ്ലസ് വുഡൻ കോമ്പിനേഷൻ ആണ് സീലിംഗിൽ നൽകിയിരിക്കുന്നത്. നല്ല ഓപ്പൺ സ്റ്റൈലിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആയതുകൊണ്ട് ഇതേപോലെ ആം ചെയറും സെൻറ്റർ ടേബിളൊക്കെ ഇടാനുള്ള സ്ഥലം ഇഷ്ടംപോലെ ഈ റൂമിൽ അവൈലബിൾ ആണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് വാർഡ്രോബിൻ്റെ സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാള് മുഴുവനായിട്ടും വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ വലിയൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസിൽ സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് അവസാനം നമ്മൾ കണ്ട ഈ ഒരു ബെഡ്റൂം.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ആർക്കിസ് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. അവരുടെ സർവീസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാം. റെസിഡൻഷ്യൽ, അപ്പാർട്ട്മെൻറ്റ്സ്, അതേപോലെ റിസോർട്ട്സ്, ഇങ്ങനെയുള്ള ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ കൺസ്ട്രക്ഷൻ മുതൽ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്ന കമ്പനിയാണ് ആർക്കിസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നല്ലൊരു ആർക്കിടെക്ചറിനെ കോഴിക്കോട് നിന്ന് നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പറും അവരുടെ ഡീറ്റെയിൽസും ഓഫീസിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലും അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.